വാഴക്കാട്ട് ഞാൻ ഗണ്ണന പ്രസംഗം നടത്തി. മുജാഹിദ് അതിന്റെ ശേഷം പിളർന്നിട്ട് ശരിക്കും മനസ്സിലാക്കണം, അന്നത്തെ ഏറ്റവും വലിയ പ്രധാന വിഷയം അള്ളാഹുവിന് അവയവങ്ങളുണ്ടോ ഇല്ലേ. അവയവങ്ങളില്ലാന്ന് മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്നു. മുജാഹിദ് അവയവങ്ങൾ ഉണ്ട് എന്ന വാദം ഇവിടെ പഠിപ്പിക്കുന്നു. സുഹൃത്തുക്കളെ, അങ്ങനെ തുടങ്ങിയ വിഷയത്തെക്കുറിച്ചായിരുന്നു അന്നത്തെ എന്റെ ഖണ്ഡന പ്രസംഗം. ആ പ്രസംഗം കഴിഞ്ഞ മുജാഹിദ് രണ്ടായി. കഴിഞ്ഞിട്ട് എന്തായി? വാഴക്കാട് ഭാഗത്തുള്ള ഏകദേശ മുജാഹിദും പടച്ചവന് അവയവങ്ങളുണ്ടെന്ന് പറയരുത് എന്ന് പറയുന്ന മടവൂർ മുജാഹിദായി. മറ്റേ മുജാഹിദ് മൗലവിക്ക് അവിടെ യാതൊരു പ്രസക്തിയില്ലാതെയായി. മുജാഹിദ് മൊത്തം തന്നെ രണ്ടായി. ഇപ്പൊ അവര് തമ്മിൽ അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഞാൻ ഇവിടുന്ന് പറഞ്ഞപ്പോ ഇദ്ദേഹം പറയാണ്, ഇവിടെ തെളിവൊന്നും പറയണ്ടില്ല, കുറ്റ്യാടിയിൽ ഞാൻ പ്രസംഗിക്കുന്നത്. കുറ്റ്യാടിയിൽ 40-50ഓളം കൊല്ലം സുന്നികൾക്ക് നിസ്കരിക്കാനുള്ള ഒരു ഒറ്റപ്പള്ളിയും 11 മഹലിലില്ലായിരുന്നു. അൽഹംദുലില്ലാ മുഴുവൻ മഹലിലും പള്ളി ഉണ്ടാക്കിയിട്ടുണ്ട്, മദ്രസ ഉണ്ടാക്കിയിട്ടുണ്ട്. സുന്നികൾ സുന്നികളായി ജീവിക്കുന്നുണ്ട്. അത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നാട്ടുകാരാണ് നിങ്ങൾ. ഇവിടെ വന്നിട്ട് ആ മൗലവി പറയുന്നത് മുജാഹിദിനെ വളർത്തുന്നത് ഞാനാണ്. എന്നിട്ടോ ഇയാൾക്ക് എത്ര വലിയ ഏജൻസി പണിയായി എടുക്കുന്നത്? മുജാഹിദിന് ക്ലിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി പ്രസംഗിക്കുകയാണ്. ഇയാള് പ്രസംഗിച്ചോണ്ട് മുജാഹിദ് പിളർന്നു എന്ന് അദ്ദേഹം പറഞ്ഞത്. സത്യത്തിൽ പിളർന്നൊക്കെയല്ല, വളർന്നിക്കാണ്. സാമ്പിളിന് വേണ്ടി മാത്രം ഞാൻ വാഴക്കാട് പറയും. ഇയാൾ വാഴക്കാടാണ് പറഞ്ഞത്. നമ്മൾ കൃത്യമായി വാഴക്കാടിന്റെ ചിത്രം അറിയുന്ന ആളുകളാണ്, കണക്കെടുത്തിട്ടാ പറയുന്നത്. ഇയാള് പ്രസംഗിക്കുന്നത് വരെ വാഴക്കാട് എന്ന പ്രശസ്തമായ കണ്ണിയത്തുസ്താദിന്റെ നാട്ടിൽ മുജാഹിദിന് പള്ളി പോലും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ മുജാഹിദിന് പള്ളി നമ്പർ 4 വാഴക്കാട്. നിങ്ങൾ പോയിട്ട് പറ, ഇയാള് പ്രസംഗിച്ചത് മുജാഹിദ് തടർന്നക്ക. മുജാഹിദിന് വാഴക്കാട് മാത്രം 4 പള്ളി വന്നു. ഈ 4 പള്ളിയിൽ ഒരു പള്ളി ആരുണ്ടാക്കിയെന്ന് അറബിനെ കൊണ്ട് ഉണ്ടാക്കിയത്? APയുടെ സജീവ പ്രവർത്തകനായി പേരോടിന്റെ ഒപ്പം നടന്ന് ഈ പ്രഭാഷണം സംഘടിപ്പിക്കാൻ വേണ്ടി മുന്നിൽ നിന്ന ഒരു APയുടെ പ്രവർത്തകനാണ് മുജാഹിദായിട്ട് ഒരു പള്ളി കൊണ്ടുവന്ന 4ാമത്തെ മുജാഹിദിന്റെ പള്ളി. നിങ്ങൾക്കറിയുമോ? നിങ്ങളുടെ കൂടെ പ്രവർത്തിക്കുന്ന അനവധി AP പ്രവർത്തകന്മാർ, ഞങ്ങളുടെ കൂടെ പ്രവർത്തിക്കുന്ന നിരവധി സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാർ, അവർ സുന്നത്ത് ജമാഅത്തിന് വിട്ടു, പറ്റ മുജാഹിദായിട്ടില്ല, ജമാഅത്തോടെ എല്ലാം ശരി എന്ന് പറയുന്ന ലൈനിലേക്ക് മാറി. അവിടെ നടക്കുന്ന സംഭവങ്ങൾ ഞാൻ ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കുന്നത് മാറ്റങ്ങൾ. അവിടെ സംഘടിത സക്കാത്ത് നേരത്തെ ഇല്ല, തുടക്കം കുറിച്ചു. വമ്പിച്ച ജനപങ്കാളിത്തമുള്ള ഖുർആൻ ക്ലാസ് ഭംഗിയായി എത്രയോ കാലം അവിടെ നടന്നു വന്നു. വലിയ പങ്കാളിത്തത്തോട് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഈ തരത്തിൽ മാറ്റമുണ്ടായെന്ന് മാത്രമല്ല, സാക്ഷാൽ പേരോട് വാഴക്കാട് പ്രസംഗിക്കാൻ ചെല്ലുന്ന സമയത്ത് അയാൾ ആദരവോടുകൂടി ഭക്ഷണം കൊടുത്തിരുന്ന, അയാളെ വീട്ടിലാണ് താമസിച്ചിരുന്നതും എല്ലാ ഗ്രന്ഥങ്ങളും ശരിപ്പെടുത്തിയിരുന്നതും ഇയാൾക്ക് എല്ലാ സൗകര്യവും ചെയ്തു കൊടുത്ത അവിടുത്തെ വാഴക്കാട്ടെ പ്രമുഖനായ മനുഷ്യൻ ഇന്ന് കാന്തപുരം ഗ്രൂപ്പിന്റെ കൂടല്ല. നിങ്ങൾ ഗൗരവം മനസ്സിലാക്കണം. എന്നിട്ടാണ് ഇയാൾ പറയണത് ഞാൻ പ്രസംഗിച്ചിട്ട് മുജാഹിദ് തളർന്നു, വളർന്നിട്ടുണ്ട്, ഞങ്ങളെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കാൻ. മുജാഹിദുകൾ കളവ് പറയൽ മത്സരം നടത്താറുണ്ട്. ഈ കൊല്ലത്തെ സമ്മാനം ഇദ്ദേഹത്തിന് തന്നെ. ഇനി ഞാൻ എന്നെ വാഴക്കാട്ട് കൊണ്ടുപോയി പ്രസംഗിപ്പിച്ച അദ്ദേഹം പറഞ്ഞ ആളെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. ബഷീർ മാസ്റ്റർ പറയട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഈ സൗണ്ട് നിങ്ങൾക്ക് വാഴക്കാട് 9 പ്രാവശ്യം പേരോട് ഉസ്താദ് ഖണ്ഡനം നടത്തിയപ്പോൾ സ്വാഗതം പറഞ്ഞ പരിചയമുണ്ടാകും എന്ന് എനിക്കറിയാം. ആ പരിപാടി അവിടെ സംഘടിപ്പിച്ചിരുന്നതും അതിന് ഉസ്താദിനെ ഇവിടുന്ന് കൊണ്ടുപോയിരുന്നതും അതിൻ്റെ മുഖ്യ പ്രവർത്തകൻ ഞാൻ തന്നെയായിരുന്നു. റബ്ബിൻ്റെ തൗഫീഖ് കൊണ്ട് ഇതിൻ്റെ യാഥാർത്ഥ്യം നിങ്ങളുടെ മുമ്പിൽ ഞാൻ പറയുകയാണ് സഹോദരന്മാരെ. പക്ഷെ ഇദ്ദേഹത്തിൻ്റെ ഈ ക്ലിപ്പ് കേട്ടപ്പോൾ എനിക്കൊരു സമാധാനമായി. കാരണം വഹാബിൻ്റെ അതേ കോലത്തിലുള്ളൊരു വേഷത്തിലാണ് ഈ കാര്യം അയാൾ പറഞ്ഞത്. കാരണം ഒരു മുസ്ലിയാരുടെയോ വേഷത്തിലാണ് പറഞ്ഞതെങ്കിൽ നമുക്ക് വലിയ ദുഃഖമായിരുന്നു. വാഴക്കാട് പേരോട് ഉസ്താദ് പ്രസംഗിച്ചിട്ട് ഏകദേശം 14-15 കൊല്ലമാണ് ആയത്. എനിക്ക് 43 വയസ്സായി. ഞാൻ ജനിക്കുന്നതിന് മുമ്പ് തന്നെ വാഴക്കാട്ട് മുജാഹിദിന് പള്ളിയുണ്ട്, മദ്രസയുണ്ട്. എന്നിട്ട് എന്ത് പച്ചക്കള്ളമാണ് പേരോട് പ്രസംഗിക്കുന്ന സമയത്ത് വാഴക്കാട്ട് മുജാഹിദിന് ഒരു പള്ളി പോലുമില്ല. ഇത്രയും പച്ചക്കള്ളം പറയാൻ ഇദ്ദേഹത്തിനെ പ്രേരിപ്പിച്ച വസ്തുത എന്താണ്? ഞാൻ ഇദ്ദേഹത്തിനെ ക്ഷണിക്കുന്നു വാഴക്കാട്ടേക്ക്. നിങ്ങൾ വരണം.
നിങ്ങൾ വരണം, എന്നിട്ട് നിങ്ങളുടെ AK സുന്നി എന്ന് പറയുന്ന നിങ്ങളുടെ ആളുകളുടെ മുന്നിൽ വെച്ച് ഇത് തെളിയിക്കാൻ നിങ്ങൾ തയ്യാറാകുമോ? ഞാൻ നിങ്ങളെ പരസ്യമായി വെല്ലുവിളിക്കുകയാണ്. സഹോദരന്മാരെ, ഈ രീതിയിലുള്ള പച്ചനുടകൾ മാത്രമല്ല, ഈ പള്ളി അവിടെ ഉണ്ടായിരുന്നു. നിങ്ങൾക്കൊക്കെ, കേരളത്തിലെ ആളുകൾക്കൊക്കെ വാഴക്കാടിന്റെ ചരിത്രം അറിയില്ലേ? പ്രസിദ്ധമായ കുത്തുബി തങ്ങളും ബഹുവന്യരായ കണ്ണിയത്ത് ഉസ്താദും അടക്കമുള്ള ആലിമീങ്ങൾ ദർസ് നടത്തിയ ദാറുൽ ഉലൂം അറബിക് കോളേജ് വഹാബികൾ പിടിച്ചടക്കിയ ഒരു പ്രദേശമാണ്. ആ പ്രദേശത്താണോ മുജാഹിദിന് ഒരു പള്ളി പോലും ഉണ്ടായിരുന്നില്ല നിങ്ങൾ പറഞ്ഞത്? ഇത് പച്ചക്കള്ളമാണ്. രണ്ടാമത്തെ ഒരു വിഷയം, പള്ളി ഉണ്ടാക്കിയത്, മുജാഹിദിന്റെ പള്ളി ഉണ്ടാക്കിയത് കാന്തപുരം വിഭാഗത്തിന് നേതൃത്വം നൽകി, പരിപാടികൾക്കൊക്കെ നേതൃത്വം നൽകിയുന്ന ഒരു പ്രവർത്തകനാണ് ഞാൻ നിങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. വാഴക്കാട് സുന്നത്ത് ജമാഅത്തിന്റെ രംഗത്ത് പ്രവർത്തിച്ചിരുന്ന ഉസ്താദിനെ കൊണ്ടുവന്ന് പരിപാടി നടത്തുമ്പോൾ ഒരു ബെഞ്ചോ കസേരയെ പോലും പിടിച്ചിട്ട ഒരു പ്രവർത്തകൻ പോലും സുന്നത്ത് ജമാഅത്ത് വിട്ട് മുജാഹിദിന്റെ ആശയത്തിലേക്ക് വന്നിട്ടില്ല. ഞാൻ ഒന്നുകൂടി ആവർത്തിച്ചു പറയുന്നു, ഉണ്ടെങ്കിൽ അത് തെളിയിക്കാൻ ഞാൻ വാഴക്കാട്ടേക്ക് വെല്ലുവിളിക്കുന്നു. ആലോചിക്കണം. ഇന്നും വാഴക്കാട് സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാർ സജീവമായി പേരോട് ഉസ്താദിന്റെ ആ പ്രഭാഷണത്തോടു കൂടി സജീവമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. പിന്നെ മറ്റൊന്ന്, ഞങ്ങളെ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ കുറെ മുജാഹിദും അല്ല ജമാഅത്തും അല്ലാതായി. ഞങ്ങളുടെ കൂടെ പ്രവർത്തന നിരവധി സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാർ അവർ സുന്നത്ത് ജമാഅത്തിന് വിട്ടു, പറ്റ മുജാഹിദായിട്ടില്ല, ജമാഅത്തോടെ എല്ലാം ശരി എന്ന് പറയുന്ന ലൈനിലേക്ക് മാറി. നിങ്ങളെ കൂട്ടത്തിൽ മുമ്പേ 80-20 ടീമല്ലേ ഉള്ളൂ. കാരണം സുന്നത്ത് ജമാഅത്തിന്റെ ആശയം നിങ്ങളുടെ ഹൃദയത്തിലൊന്നുമില്ല, നിങ്ങൾ പറയാറുമില്ല. മാത്രമല്ല സഹോദരന്മാരെ, നിങ്ങൾ മനസ്സിലാക്കണം, ഞങ്ങളുടെ പ്രദേശത്ത് ഈ വിഭാഗത്തിന്റെ SKSSF നേതാവായി പ്രസംഗിച്ച് നടക്കുകയും പള്ളികളിൽ ഈ തറപ്രസംഗം നടപ്പാക്കി സുന്നത്ത് ജമാഅത്തിന്റെ ആളായി വേഷം കെട്ടി നടന്ന ഒരു മനുഷ്യൻ, അദ്ദേഹം ചേളാരി സമസ്തയുടെ മുഫത്തിഷായിരുന്നു. ആ മുഫത്തിഷ് ഇന്ന് വഹാബി സ്റ്റേജുകളിൽ പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സാക്ഷാൽ ബഷീർ ദാരിമി, നിങ്ങൾക്കറിയോ? സാക്ഷാൽ ബഷീർ, നിങ്ങളെ കുട്ടികളെ അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുപോയില്ലാന്നല്ലേ? ഒന്ന് പറഞ്ഞത് വാഴക്കാട് മുമ്പ് സംഘടിത സക്കാത്തില്ലായിരുന്നു എന്നാ. വാഴക്കാട് പരിസര പ്രദേശങ്ങളിൽ എൻ്റെ കണ്ണിൽ എത്തുന്ന ഒരുപാട് ആളുകൾ തന്നെ ഈ സദസ്സിലുണ്ട്. വാഴക്കാട് ഞാനൊക്കെ ജനിക്കുന്നതിന്റെ മുമ്പ് തന്നെ സംഘടിത സക്കാത്തുള്ള സ്ഥലമാണ്. തെളിവും പറഞ്ഞുതരാം. മുമ്പ് സംഘടിത സക്കാത്ത് നടത്തുമ്പോ ആ കാലഘട്ടങ്ങളിൽ ഇസുന്നി എന്ന് പറയുന്ന ഒരു സുന്നി രൂപപ്പെട്ടിരുന്നു. അവര് ഈ മുജാഹിദിന്റെ ചുവട് പിടിച്ചുകൊണ്ട് സുന്നികളെയൊക്കെ കൂട്ടിപ്പിടിച്ച് സംഘടിത സക്കാത്ത് നടത്താൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ അവർ പ്രചരണം നടത്തി. കണ്ണിയത്ത് ഉസ്താദ് ഞങ്ങൾക്ക് അതിന് സമ്മതം തന്നിട്ടുണ്ട്. ആ പ്രചരണം വ്യാപകമായപ്പോൾ നമ്മുടെ നാട്ടിലുള്ള സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാർ മർഹൂം EK ഹസൻ മുസ്ലിയാരുടെ അടുക്കലേക്ക് പോവുകയും ആ വിവരം അറിഞ്ഞപ്പോൾ നേരെ EK ഹസൻ മുസ്ലിയാർ വാഴക്കാട് പ്രസംഗിക്കാൻ വേണ്ടി വന്നു. പ്രസംഗിക്കുന്നതിന് മുമ്പായിട്ട് കണ്ണിയത്ത് ഉസ്താദിന്റെ അടുത്ത് പോയിട്ട് നിജസ്ഥിതി ഒന്ന് അന്വേഷിക്കണമല്ലോ എന്നുള്ളതിലേക്ക് ഉസ്താദിന്റെ അടുക്കലേക്ക് പോയി. ഉസ്താദെ, നിങ്ങൾ ഇതിന് സമ്മതം കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോ കണ്ണിയത്ത് ഉസ്താദ് പറഞ്ഞു, അസമുല്യാരെ, ഞാൻ അതിന് സമ്മതം കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞ് ജനങ്ങൾ തക്ബീർ ചൊല്ലി കണ്ണിയത്ത് ഉസ്താദിന്റെ വീട്ടിൽ നിന്ന് പോകുന്ന സംഭവം എൻ്റെ നാട്ടിലുള്ള പ്രായമുള്ള ആളുകൾക്കറിയാം. എന്നിട്ടല്ലേ നിങ്ങൾ സംഘടിത സക്കാത്ത് അവിടെ ഇല്ല എന്ന് പറഞ്ഞത്? അതേപോലെ മറ്റൊരു വിഷയം, അവിടെ ഖുർആൻ ക്ലാസ് നല്ല ജനപങ്കാളിത്തത്തോടെ നടത്തിയതാണ്. വഹാബി പ്രസ്ഥാനം മുമ്പും നടത്താറുണ്ട്, ഇപ്പോഴും നടത്താറുണ്ട്. പക്ഷേ 15 കൊല്ലം മുമ്പ് അവരുടെ ക്ലാസ്സുകളിൽ 100 ആള് പങ്കെടുത്തിരുന്നെങ്കിൽ ഇപ്പോൾ 25 ആളെ കിട്ടാത്ത അവസ്ഥയാണ് എൻ്റെ നാട്ടിലുള്ളത്. അത്രയും ശുഷ്കിച്ചൊരവസ്ഥ. പിന്നെ മറ്റൊരു കാര്യം, ഉസ്താദ് കാര്യമായിട്ട് വാഴക്കാട് പ്രസംഗിച്ചിരുന്ന പ്രസംഗം അല്ലാഹു തആലാക്ക് കൈയുണ്ടോ കാലുണ്ടോ അവയവങ്ങളുണ്ടോ ഈ കാര്യങ്ങളെ കുറിച്ചായിരുന്നു ചർച്ച. അബ്ദുറഹിമാൻ സലഫി അദ്ദേഹം അക്സാമുൽ ലദ്ദാത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ പറ്റിച്ചു, കബളിപ്പിച്ചു, പൊള്ളു പറഞ്ഞു. ആ സമയത്ത് വീട്ടിൽ പോയി അദ്ദേഹത്തിനോട് സംസാരിച്ചപ്പോൾ അയാൾ പറഞ്ഞു, അക്സാമുൽ ലദ്ദാത്ത് ഞാൻ കണ്ടിട്ടില്ല. ആ കളവ് പൊട്ടി. ഇന്ന് വരെ വഹാബികൾക്ക് അക്സാമുൽ ലദ്ദാത്ത് ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല.
പേരോട് ഉസ്താദിന്റെ ആ വെല്ലുവിളി ഇന്നും അവിടെ നിലക്കാണ്. പക്ഷേ എന്ത് സംഭവിച്ചു? മുജാഹിദ് രണ്ടായി പിളർന്നു. രണ്ടായി പിളർന്നിട്ട് എൻ്റെ നാട്ടിൽ ഈ അബ്ദുറഹിമാൻ സലഫി പ്രസംഗിച്ച പ്രദേശത്ത് അബ്ദുറഹിമാൻ സലഫിയുടെ വാദത്തിന് ഒരാൾ പോലും കൂട്ടുണ്ടായില്ല. അദ്ദേഹത്തിനെ അവിടെയുള്ള പള്ളി മദ്രസയൊക്കെ അദ്ദേഹത്തിനെതിരായി മാറി. അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്യാൻ ആളുകൾ ഉണ്ടായില്ല. കാരണം എന്താണ്? ഈ ആദർശം അദ്ദേഹം പറഞ്ഞത് കളവാണ് എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു. അപ്പോ ഉസ്താദ് പ്രസംഗിച്ചതിന് ശേഷം വാഴക്കാട് മുജാഹിദ് പ്രസ്ഥാനം പിളർന്നു എന്നല്ലാതെ വളർന്നിട്ടില്ല എന്ന് ഞാൻ വ്യക്തമായി സദസ്സിന്റെ മുന്നിൽ പറയുകയാണ്. ഇനി സംശയമുണ്ടെങ്കിൽ ഈ വ്യക്തിയെയും അദ്ദേഹത്തിന്റെ കൂട്ടാളികളെയും ഞാൻ വാഴക്കാട്ടേക്ക് ക്ഷണിക്കുന്നു. അതിന് വരുന്ന മുഴുവൻ ചെലവുകളും നിങ്ങളൊരു 10 പൈസ അറിയണ്ട, അതിന് വരുന്ന മുഴുവൻ ചെലവുകളും ഞാൻ വെക്കുമെന്ന് ഈ സദസ്സിനോട് പറഞ്ഞുകൊണ്ട് നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം. വാഴക്കാട് സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർക്കും സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനം പൂർവ്വം ശക്തിപ്പെടുത്താൻ ആവശ്യമായ മാർഗങ്ങളും നിങ്ങൾ ഉണ്ടാക്കി തരണമെന്ന് പ്രത്യേകമായി ഉണർത്തിക്കൊണ്ട് എല്ലാ ഉസ്താദുമാരോട് ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി ഒരൊറ്റ കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഈ പ്രഭാഷണം നടക്കുന്ന സമയത്ത് ഇത് നിങ്ങളൊക്കെ മനസ്സിലാക്കുക, നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാർ. ഈ പ്രഭാഷണം നടക്കുന്ന സമയത്ത് പേരോട് ഉസ്താദിന്റെ പ്രസംഗം കട്ട് ചെയ്ത് ഇങ്ങനെ പെണ്ണുങ്ങൾക്കും പോവാം പള്ളിയിലേക്ക്, കിളവികൾക്കും പോവാം, യുവതികൾക്കും പോവാം എന്നുള്ള ആ ഭാവമൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ വൃത്തികേടായി അബ്ദുറഹിമാൻ സലഫി അവിടെ അവതരിപ്പിച്ചപ്പോൾ അന്ന് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് കാസറ്റ് കട്ട് ചെയ്ത് കൊണ്ടുവന്നു ഉസ്താദിൻ്റെ അടുക്കലേക്ക്. ഉസ്താദെ, അടുത്ത പരിപാടിക്ക് നമുക്കിത് അങ്ങോട്ട് വെക്കണം, എന്നാൽ ഇയാൾ പറഞ്ഞതിന് ശരിക്കും മറുപടിയായി എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് ഉസ്താദ് പറഞ്ഞൊരു വാക്കുണ്ട്, അങ്ങനെ കളവ് പറയാൻ അല്ലാഹു തആല നമ്മളെ ഉത്തരവാദിത്തപ്പെടുത്തിയിട്ടില്ല. നമ്മളോട് കാര്യം പറയാൻ, സത്യം പറയാൻ വേണ്ടി പറഞ്ഞു. ഹിദായത്ത് കൊടുക്കേണ്ടത് അല്ലാഹുവാണ്. അതുകൊണ്ട് ആ രീതിയിൽ നമ്മൾ പറയാൻ പാടില്ല. ഞാൻ പറയുന്നത് സത്യസന്ധമായി ഒരു വാക്ക് പോലും ഒരാൾ പറയാത്തത് പറഞ്ഞുകൊണ്ട് ഗണ്ണനം നടത്താറില്ല. വാഴക്കാട് നടത്തിയിട്ടില്ല. അത്രയും വ്യക്തമായി ബോധ്യപ്പെട്ട സുന്നത്ത് ജമാഅത്തിന്റെ ആശയങ്ങൾ വ്യക്തമായി ബോധ്യപ്പെട്ട കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ എന്നുള്ളത് ഈ വിഷയം ഒരു സദസ്സിന്റെ മുന്നിൽ അവതരിപ്പിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. കാരണം എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവമാണ്. അങ്ങനെ ഒരു സംഭവം ഉസ്താദിനോട് പറഞ്ഞപ്പോൾ അത് പാടില്ല എന്ന് എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ മറ്റൊരു സംഭവം കൂടെ, മലപ്പുറത്ത് SSFന്റെ ജില്ലാ സമ്മേളനം നടക്കുകയാണ്, തിരൂരങ്ങാടി. ആ സമ്മേളന സദസ്സിലേക്ക് ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദിനെ ക്ഷണിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദും ചേറൂർ അബ്ദുൽ മുസ്ലിയാരും റഹീം സാഹിബും കൂടെ 3 ആളും കൂടെ ഇവർ ഒരു അംബാസഡർ കാറിൽ ലൈറ്റിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. ലൈറ്റിട്ട് വരുന്നത് എന്താ വെച്ചാൽ വാഴക്കാട് പ്രവർത്തകനെ കിട്ടാനാണ്. അങ്ങനെ ഞാൻ കൈകാട്ടി നിർത്തി ആ വണ്ടിയിൽ കയറി എന്നോട് പറഞ്ഞു കണ്ണിയത്ത് ഉസ്താദിന്റെ വീട്ടിലേക്ക് പോവാ എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ ചെന്നു. ആ പോകുന്ന സമയത്ത് പേരോട് ഉസ്താദിന്റെ കയ്യിൽ അന്ന് വാക്ക്മാൻ സെറ്റ് ഉണ്ട്. വാക്ക്മാൻ സെറ്റ് ഇങ്ങനത്തെ സൗകര്യങ്ങളൊന്നുമില്ല. അപ്പം ഞാൻ ഉസ്താദിനോട് പറഞ്ഞു, ഉസ്താദേ അതൊന്ന് ഓണാക്കി കൈ പിടിക്കാം നമുക്ക്. കാരണം എന്താ, അന്ന് കണ്ണിയത്ത് ഉസ്താദിനെ കൊണ്ടുപോയി സ്റ്റേജുകളിലൊക്കെ നമുക്കിതിൽ പ്രസംഗിപ്പിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഒരു കാര്യം, നമുക്ക് ആ വാക്ക്മാൻ സെറ്റ് ഒന്ന് ഓണാക്കി നമുക്കൊന്ന് കൈ പിടിക്കാം, എന്നാൽ അത് മാറ്റി പറയുന്ന സമയത്ത് നമുക്ക് അവർക്കെതിരിൽ വെക്കാമല്ലോ എന്ന് പറഞ്ഞപ്പോൾ അന്ന് ഉസ്താദ് പറഞ്ഞ വാക്കുണ്ട്, നമ്മൾ പോകുന്നത് ഒരു മഹാനായ വ്യക്തിയുടെ അടുക്കലേക്കാണ്, അദ്ദേഹത്തിന് നമ്മൾ വഞ്ചിക്കാൻ പാടില്ല. അതുകൊണ്ട് ആ വാക്ക്മാൻ സെറ്റ് ഓണാക്കി വെച്ചുകൊണ്ട് ഉസ്താദിൻ്റെ അടുത്തേക്ക് പോകാൻ പാടില്ല. ഉസ്താദിനോട് പറഞ്ഞു പിടിക്കുക എന്നല്ലാതെ കീശയിലിട്ട് പിടിക്കാൻ പറ്റൂല. ആ മാതൃക കാണിച്ച മനുഷ്യനാണ് ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ്. നിങ്ങൾക്കറിയോ? എന്നിട്ട് ഇങ്ങനെ തേജോവധം ചെയ്യാൻ നിങ്ങൾ നടക്കുന്ന വലിയ അപകടമാണ്. അല്ലാഹു തആല നമ്മളെല്ലാവരെയും സത്യത്തിൻ്റെ അഹ്ലുകാരിൽ സുന്നത്ത് ജമാഅത്തിൻ്റെ പണ്ഡിതന്മാരോടൊപ്പം ദീർഘകാലം ജീവിച്ച് സുന്നത്ത് ജമാഅത്തിന് വേണ്ടി സേവനം ചെയ്യാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആവശ്യമെങ്കിൽ ഇനി വാഴക്കാട് വെച്ച് കാണാം. അസ്സലാമു അലൈക്കും. എൻ്റെ ഫോൺ നമ്പർ 99 95 466 913. പക്ഷെ ഒരു അധ്യാപകന ജോലിയുള്ള ആളായതുകൊണ്ട് ക്ലാസ് എടുക്കുന്ന സമയത്ത് ഫോൺ എടുക്കൂല. അപ്പൊ നിങ്ങൾ വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല എന്ന് പറയരുത്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരാൾ ചോദിച്ചു, ഹൽ യക്തിബുൽ മുഅ്മിനു, ഈമാനുള്ളവർ കളവ് പറയുമോ നബിയേ?
ഖാല ലാ, ഈമാനുള്ളവൻ കളവ് പറയൂല. സുമ്മ ഖറഅ ഹാദിഹിൽ ആയ, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ആയത്ത് ഓതി. ഏതായത്ത്? ഇന്നമാ യഫ്തരിൽ കദിബല്ലദീന ലാ യുഅ്മിനൂന ബിആയാത്തില്ലാഹി വഉലൈക ഹുമുൽ കാദിബൂൻ. അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ കൊണ്ട് വിശ്വസിക്കാത്തവർ മാത്രമാണ് കളവിനെ ഉണ്ടാക്കി പറയുന്നവർ. അവർ നിശ്ചയം കളവ് പറയുന്നവരാണ്. ഈ ആയത്ത് ഫിത്ന ഉണ്ടാക്കുന്ന മുഴുവൻ ഫിത്നക്കാർക്കും ഒരുപോലെ ബാധകമാണെന്നത് ഇൻഷാ അല്ലാഹ് ഞാൻ ഓരോന്നോരോന്നായി ഇനിയും നിങ്ങൾക്ക് കാണിക്കാം.